മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈടെക് സിറ്റി പ്രൊജക്ടിന്റെ കരാറിൽ ഗൗതം സൈൻ ചെയ്യുന്ന ദിവസം അതിന്റെ ജനറൽ മാനേജർ രാജീവ് മാധവനെ കൊണ്ട് പ്രണവിന് ഈശ്വരമംഗലം കമ്പനിയും മറ്റു സ്വത്തുക്കളും ഗൗതം എഴുതി കൊടുക്കുന്നു എന്ന കള്ള ആധാരത്തിൽ കൂടി ഗൗതമിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടി ജ്യോതിർമയിയും വസുന്ധരയും രാജീവ് മാധവനെ കാണാനായി എത്തുന്നു. രജിസ്റ്റർ ഓഫീസിലെ വസുന്ധരയുടെ ആളായ മുരളിയെ കൊണ്ടാണ് കള്ളാധാരമുണ്ടാക്കുന്നത്. ഗൗതമിനെ കൊണ്ട് ഇവർ കൊണ്ടുവന്ന കള്ള ആധാരത്തിൽ കൂടി സൈൻ ചെയ്യിക്കണമെന്നാണ് ആവശ്യം. റിസ്ക്കുള്ള പണിയാണിത്. ഗൗതം ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. എന്ത് സൈൻ ചെയ്യണമെങ്കിലും മുഴുവൻ വായിച്ചു നോക്കാതെ സൈൻ ചെയ്യില്ല. ഗൗതമിനെ കൊണ്ട് കരാർ വായിച്ചു നോക്കാതെ സൈൻ ചെയ്യാൻ വേണ്ട ഒരു സ്ഥിതിവിശേഷം ഞാൻ ഉണ്ടാക്കാമെന്ന് ജ്യോതിർമയി പറയുന്നു. രാജൻ മാധവന് അതിനായി 15 ലക്ഷം രൂപയാണ് ആദ്യം വസുന്ധര കൊടുക്കുന്നത്. പണത്തിന് വേണ്ടി ഗൗതമിനെ ചതിക്കുന്ന ഓഫീസിലെ സജീവനെ പോലുള്ള മറ്റൊരുവനാണ് ഈ രാജീവ് മാധവൻ. വലിയ റിസ്ക്കാണ് ഇതൊക്കെ ചെയ്യാനെന്ന് പറയുമ്പോൾ വീണ്ടും 25 ലക്ഷം രൂപ വസുന്ധര എടുത്തു രാജീവ് മാധവന് കൊടുക്കുന്നു. കൂടാതെ പ്രണവിന് ഇതൊക്കെ സ്വന്തമായാൽ ഒരു ഫ്ലാറ്റ് കൂടി അയാൾക്ക് വസുന്ധര ഓഫർ ചെയ്യുന്നു. ജ്യോതിർമയുടെ വക CKC കൊടുക്കുന്നത് വേറെയും. എന്തായാലും ഗൗതമിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വേണ്ടി വസുന്ധര കൊടുത്ത പണമൊക്കെ നിധി വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കുമോ എന്ന് കണ്ടറിയാം. നിധിക്ക് ഗൗതമും പാർവതിയമ്മയും വെവ്വേറെ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. പാർവതിയമ്മയുടെ വക നെക്ലസും ഗൗതമിന്റെ വക വലിയ ഒരു മാലയും. പ്രണവിനെ പുറത്തു കൊണ്ടുവന്നതിനും ഗൗതമിനെ ജയിലിൽ നിന്നിറക്കിയതിനും CKCയെ ജയിലിലാക്കിയതിനുമാണ് നിധിക്ക് രണ്ടുപേരും ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഗൗതമും നിധിയും കൂടി ഹൈടെക് സിറ്റി പ്രൊജക്ടിൽ സൈൻ ചെയ്യാൻ പോകുന്ന ദിവസം എല്ലാ കാര്യങ്ങളും ജ്യോതിർമയിയോട് പറഞ്ഞു കൊടുക്കുന്ന ഗൗതമിന്റെ ഓഫീസിലെ സജീവൻ എന്ന നയവഞ്ചകൻ വരുന്നു. ഗൗതമും നിധിയും പോകാൻ തുടങ്ങുമ്പോൾ വസുന്ധര വരുന്നത് കണ്ട് പാർവതിയമ്മ അവരോട് പറയുന്നു, ദുശ്ശകുനം കണ്ടു പോകേണ്ട മക്കളെ, നിങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോയാൽ മതിയെന്ന്. അത് കേട്ട് വസുന്ധര പറയുന്നു, നിധി കാരണം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അന്നറിയാം ആരാണ് ദുശ്ശകുനമെന്ന്. ഗൗതമിന്റെയും നിധിയുടെയും ഒപ്പം സജീവനും പോകുന്നു. നിധി കൂടി ഗൗതമിന്റെ ഒപ്പമുണ്ടെന്ന വിവരം ജ്യോതിർമയിയെ സജീവൻ അറിയിക്കുന്നു. നിധി വന്നാൽ പ്രശ്നമാകുമെന്നുള്ളതുകൊണ്ട് നിധിയെ ഗൗതമിന്റെ കൂടെ വരുന്നതിൽ നിന്നും തടയാൻ ജ്യോതിർമയി ശ്രമിക്കുന്നു. ശിവാനിയോട് പാർവതിയമ്മ പോയ ക്ഷേത്രത്തിൽ പോകണം, അവിടെ ബിന്ദു എന്നു പേരുള്ള ഒരു പെൺകുട്ടി വരും. ആ കുട്ടിക്ക് പാർവതിയമ്മയെ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. സ്വന്തം അമ്മയോട് പോലും സ്നേഹമില്ലാത്ത പ്രണവ് സ്വത്തിനോടുള്ള ആർത്തി കൊണ്ട് ശിവാനിയും ജ്യോതിർമയിയും ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്നു. ഗൗതമും നിധിയും സൈൻ ചെയ്യുന്നിടത്ത് വരുമ്പോൾ അവിടെ ഒരു നാടകം അവതരിപ്പിക്കുകയാണ് ജ്യോതിർമയിയും പ്രണവും. ഈ പ്രോജക്റ്റ് സൈൻ ചെയ്യാൻ ഗൗതമിനെ ഞാൻ സമ്മതിക്കില്ലെന്ന് പ്രണവ് രാജീവ് മാധവനോട് പറയുന്നു. അതെ, ഈ സ്വത്തുക്കളെല്ലാം പ്രണവിൻ്റെയാണ്. ഈ ഗൗതം അവരുടെ വളർത്തുമകൻ മാത്രമാണ് എന്ന് ജ്യോതിർമയിയും പറയുന്നു. ഗൗതമിനാണ് ഈശ്വരമംഗലം കമ്പനിയുടെ എല്ലാ സ്വത്തുക്കളുടെയും നിലവിലുള്ള അവകാശം. അതുകൊണ്ട് ഗൗതമിന് മാത്രമേ ഈ പ്രൊജക്റ്റിൽ സൈൻ ചെയ്യാൻ പറ്റൂ. അത് നടക്കില്ലെന്ന് പ്രണവ് പറയുമ്പോൾ ഗൗതം പറയുന്നു, ഇതൊക്കെ നിനക്കുള്ളത് തന്നെയാണ്, ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം. ഗൗതമിനെ കൊണ്ട് പെട്ടെന്ന് സൈൻ ചെയ്യിക്കാൻ രാജീവ് മാധവൻ ശ്രമിക്കുന്നു. ഇനിയും സമയമുണ്ട്, അതുകൊണ്ട് എല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം സൈൻ ചെയ്താൽ മതിയെന്ന് നിധി ഗൗതമിനോട് പറയുന്നു. ഇതേ സമയം ശിവാനി അമ്പലത്തിലെത്തുന്നു. ബിന്ദുവിനെ കാണുന്നു. പാർവതിയമ്മയെ കാണിച്ചു കൊടുക്കുന്നു. ബിന്ദു പാർവതിയമ്മയുടെ തൊട്ടുപിറകിൽ വന്ന് നിൽക്കുന്നു. പാർവതിയമ്മയുടെ മുഖത്ത് ക്ലോറോഫോം പുരട്ടിയ ടവൽ കൊണ്ടവൾ പൊത്തുന്നു. പാർവതിയമ്മ തലചുറ്റി വീഴുന്നു. പാർവതിയമ്മ തലചുറ്റി വീണു എന്ന് ബിന്ദു പാർവതിയമ്മയുടെ ഫോണിൽ നിന്നും നിധിയെ വിളിച്ചറിയിക്കുന്നു. നിധിയെ അവിടെ നിന്നും മാറ്റാൻ വേണ്ടിയാണ് ജ്യോതിർമയി ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന സ്വന്തം മകനായ പ്രണവ് ഇനി എത്ര നല്ലവനായാലും ഭാവിയിൽ അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.